നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മളിപ്പോ തേർഡ് മോഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ 2 ആഴ്ച നമ്മൾ ഒരു ഓൺലൈൻ ക്ലാസ്സിനൊരു ബ്രേക്ക് വന്നു. അപ്പൊ നമുക്ക് ഞാനൊന്നും കൂടെ നമ്മൾ പഠിക്കുന്ന തേർഡ് മോഡ്യൂളിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ഓക്കെ, തേർഡ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് അല്ലെ? അതായത് സാനിറ്ററി എഞ്ചിനീയറിംഗ്. അതിന്റെ മറ്റൊരു പേരാണ് സാനിറ്ററി എഞ്ചിനീയറിംഗ്. ഓക്കെ, അതായത് നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടർ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്യും, അതാണ് നമ്മൾ തേർഡ് മോഡ്യൂള് പറയുന്നത് അല്ലേ? നമ്മുടെ കഴിഞ്ഞ ഫസ്റ്റ് മോഡ്യൂളിലും സെക്കൻഡ് മോഡ്യൂളിലും നമ്മൾ പറഞ്ഞത് വാട്ടർ സപ്ലൈനെ കുറിച്ചായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് മോഡ്യൂളില് പറഞ്ഞത് എന്തായിരുന്നു? വെള്ളത്തിനെ കുറിച്ച്, വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ വാട്ടർ സപ്ലൈ ചെയ്യുന്ന പല സിസ്റ്റംസ് ഓഫ് വാട്ടർ സപ്ലൈ, പിന്നെ അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ആവശ്യം എന്താണ്, പിന്നെ അതുപോലെ എങ്ങനെ നമ്മൾ എത്ര വെള്ളം ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്, പിന്നെ അതുപോലെ ഒരു ടൗണിലെ പോപ്പുലേഷൻ അറിഞ്ഞാലേ നമുക്ക് അവിടെ വേണ്ട വെള്ളം എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പൊ ആ ഒരു പോപ്പുലേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, പിന്നെ അതുപോലെ പല ഏരിയാസിൽ, അതായത് നമ്മുടെ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ, ഡൊമസ്റ്റിക് പർപ്പസിന്, അതുപോലെ ഇൻഡസ്ട്രീസില്, ഫയർ ഫൈറ്റിങ്ങിന്, പിന്നെ നമ്മുടെ സ്കൂൾസ്, കോളേജസ് അല്ലെ, കൊമേഴ്ഷ്യൽ പർപ്പസ്, ഇതിനൊക്കെ നമുക്ക് എത്ര വെള്ളം ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോപ്പുലേഷൻ കണ്ടുപിടിക്കാനുള്ള പല മെത്തേഡ്സ് നോക്കിയിരുന്നു. പിന്നെ അതുപോലെ വെള്ളം നമുക്ക് എവിടുന്നൊക്കെ ലഭിക്കും, ഏതൊക്കെയായിരുന്നു? സർഫസ് സോഴ്സസും സബ്സർഫസ് സോഴ്സസും. അപ്പൊ ആ സോഴ്സുകളെ കുറിച്ച് നോക്കി, അവിടുന്ന് കിട്ടുന്ന ഈൽഡ് അല്ലെ, ഗ്രൗണ്ട് വാട്ടറിൽ നിന്നൊക്കെ കിട്ടുന്ന ഈൽഡ് എത്രത്തോളം ആണ്, അതായത് എത്രത്തോളം വെള്ളം നമുക്ക് ഭൂമിയുടെ അടിയിൽ നിന്ന് ലഭിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ഫോർമുലയൊക്കെ വെച്ച് നോക്കിയിരുന്നു. അതിന്റെ അസൈൻമെന്റ് ഒക്കെ നിങ്ങൾ ചെയ്തതാണല്ലേ? ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചു കാലമായി നമ്മുടെ ഫസ്റ്റ് മോഡ്യൂള് തീർന്നിട്ട്. ഓക്കെ, എന്നാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്രഷ് അപ്പ് ചെയ്യണം. ഓക്കെ, കാരണം നിങ്ങളിപ്പോ S6 ആണ്, S6ന്റെ എക്സാം മിക്കവാറും നടക്കും. ഓക്കെ, അത് ഇന്റേണൽ മാർക്ക് വെച്ചൊന്നും ആയിരിക്കില്ല, മെയിൻ എക്സാം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അസൈൻമെന്റും ക്ലാസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ അസൈൻമെന്റും കറക്റ്റ് സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഇന്റേണൽ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു അസൈൻമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഗ്രൗണ്ട് വാട്ടർ ഈൽഡിനെ കുറിച്ച് ഒരു അസൈൻമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞത് എങ്ങനെയൊക്കെ നമുക്ക് വെള്ളം പൈപ്പിലൂടെ കൺവേ ചെയ്യാം, ഏതൊക്കെ ടൈപ്സ് ഓഫ് പൈപ്സ് ഉണ്ട് അല്ലെ, പിന്നെ എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇൻടേക്കുകൾ ഉണ്ട്. അതായത് നമ്മളൊരു ഡാമിൽ നിന്ന്, റിസർവോയറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ റിസർവോയർ ഇൻടേക്ക്, റിവറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ റിവർ ഇൻടേക്ക്, ലേക്കിൽ നിന്നാണെങ്കിൽ ലേക്ക് ഇൻടേക്ക് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ വെള്ളം ആ ഒരു സോഴ്സിൽ നിന്ന് പമ്പ് ചെയ്തെടുക്കുന്നത്. അത് എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് പൈപ്പ് ലൈനിലൂടെയാണ് അല്ലെ? അപ്പൊ ആ ഡിഫറെന്റ് പൈപ്പ് ലൈൻസിനെ കുറിച്ച് നമ്മൾ നോക്കിയതാണ്. അതായത് ആ ഓരോ പൈപ്പ് മെറ്റീരിയൽസ്, പല ഡിഫറെന്റ് പൈപ്പ് ലൈൻസ് ഉദ്ദേശിക്കുന്നത് ഓരോ മെറ്റീരിയൽസ് ആണ്.
അതായത് ഇപ്പോ എന്താ സിമെന്റ് കോൺക്രീറ്റ് പൈപ്പുകളുണ്ട്, കാസ്റ്റ് അയൺ പൈപ്പുകളുണ്ട്, ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്പ് ഉണ്ട് അല്ല, അങ്ങനെ പല ടൈപ്സ് ഓഫ് പൈപ്സ് നിങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ആ പൈപ്പ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈപ്സ്, പിന്നെ ആ പൈപ്പുകളിൽ വരുന്ന ലീക്ക് അത് നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലേ. പിന്നെ സെക്കൻഡ് മോഡ്യൂളിലാണെങ്കിൽ ആ വെള്ളം, നമ്മൾ ആ കിട്ടിയ വെള്ളം, സോഴ്സിൽ നിന്ന് ലഭിച്ച വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉള്ളിലൂടെ പോയി ആ വെള്ളം ശുദ്ധീകരിക്കുകയാണ്. കാരണം നമ്മളിപ്പോ അതൊരു റിവറിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്യുമ്പോൾ പല ടൈപ്സ് ഓഫ് ഇംപ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും അല്ലെ. വെള്ളത്തിൽ ഒരുപാട് കീടാണുക്കളും അതുപോലെ പല ഇനോർഗാനിക് പാർട്ടിക്കിൾസും അതുപോലെ ഓർഗാനിക് പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കും. അപ്പൊ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മുടെ വീടുകളിലേക്ക് ഈ വെള്ളം എത്തിക്കാൻ. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കേണ്ട പല പ്രോസസ്സുകൾ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉള്ളിലൂടെ ആ വെള്ളം സഞ്ചരിക്കുമ്പോൾ ഓരോ പ്രോസസ്സുകളായി അണ്ടർഗോ ചെയ്യും അല്ലെ. അവസാനം നമുക്ക് കിട്ടുന്ന ആ ഡിസിൻഫെക്ഷനും കഴിഞ്ഞ വെള്ളമാണ് നമ്മുടെ വീടുകളിൽ എത്തുന്നത്. അപ്പൊ നമ്മൾ ഓരോ പ്രോസസ്സും നമ്മൾ പഠിച്ചു അല്ലെ. ആദ്യം ഏതൊക്കെയാണ്? സെഡിമെന്റേഷൻ, അതായത് അതിലുള്ള വലിയ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ സെറ്റിൽ ഡൗൺ ചെയ്യും. നിങ്ങൾക്ക് ഇതൊന്ന് ബ്രഷപ്പ് ചെയ്യാനാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുന്നത് കേട്ടോ. കാരണം ഒരുപാട് നാളായില്ലേ ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇത് ഓർമ്മയുള്ളവർക്ക് ഒരു പക്ഷേ ബോറടിക്കുന്നുണ്ടാവും, എന്നാൽ പോലും കേൾക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോ സെഡിമെന്റേഷൻ ആണ് ആദ്യത്തെ പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ വെള്ളം എങ്ങ് പോവും? സെഡിമെന്റേഷൻ ബൈ വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ വെള്ളം കടന്നു പോകും. അപ്പൊ നമ്മൾ അവിടെ ഒരു കൊയാഗുലന്റ് ആഡ് ചെയ്യും, അതായത് ആലം അല്ലെ. നമ്മൾ പറഞ്ഞൊരു കൊയാഗുലന്റ് ആണ്. പല കൊയാഗുലൻസ് ഉണ്ട്, പക്ഷെ നമ്മളത് കൂടുതലായി ഉപയോഗിക്കുന്നത് ആലമാണ്. അപ്പൊ ഈ ആലം നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്ത് നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, വെള്ളത്തിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യും. അത് കഴിഞ്ഞ് വെള്ളം വീണ്ടും സഞ്ചരിക്കും, ഫിൽട്രേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് പോകും. ആ ഫിൽട്രേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പല ഫിൽറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ. റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ, സ്ലോ സാൻഡ് ഫിൽറ്റർ, പ്രഷർ ഫിൽറ്റർ അല്ലെ. പല ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഫിൽറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പല ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ്, അതായത് വലിയ വലിയ ഇപ്പൊ കുറച്ച് വലിയ ഗ്രാവൽ സൈസിലുള്ള കല്ലുകള്, അതിന്റെ മുകളിൽ അതിന്റെയും ചെറിയ സൈസിലുള്ള കല്ല്, അതിന്റെ മുകളിൽ സാൻഡ്, അങ്ങനെ നമ്മൾ ഓരോ ലെയറായി ഫില്ല് ചെയ്യും. കല്ലും സോയിലും വെച്ചിട്ട് ഫില്ല് ചെയ്യും. അതിന്റെ ഉള്ളിലൂടെ വെള്ളം ഒഴുക്കി വിടും അല്ലെ. മുകളിലൂടെ വെള്ളം ഒഴുക്കിയാൽ ഗ്രാവിറ്റി വഴി വെള്ളം താഴേക്കൂടെ നമുക്ക് കിട്ടും. അപ്പൊ ആ കിട്ടുന്ന സമയത്ത് താഴേക്കൂടെ നമുക്ക് വെള്ളം കിട്ടുമ്പോൾ എന്താവും? ആ വെള്ളം പ്യൂരിഫൈഡ് ആയിട്ടുണ്ടാവും അല്ലെ. ആ വെള്ളം ശുദ്ധീകരിച്ചിട്ടുണ്ടാവും. കാരണം നമ്മുടെ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള കീടാണുക്കളൊക്കെ ആ ഫിൽറ്റർ ബെഡിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലെ. എന്നിട്ട് നമുക്ക് നല്ല വെള്ളമാണ് എൻഡ് റിസൾട്ട് ആയിട്ട് കിട്ടുക. ഇനി അതിലും നശിക്കാത്ത കുറച്ച് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ക്ലോറിനേഷൻ ചെയ്യും അല്ലെ. ഡിസിൻഫെക്ഷൻ ആണ് പ്രോസസ്സ്. പല ടൈപ്സ് ഓഫ് ഡിസിൻഫെക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്ലോറിനേഷൻ അല്ലെ. പല മെത്തേഡ്സ്, അതായത് ഓസോണൈസേഷൻ, ഓസോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്ടീരിയാസിനെ കൊല്ലാൻ സാധിക്കും.
അതുപോലെ പല മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അതിലെ നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലോറിനേഷൻ ആണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലോറിൻ റെഡിലി അവൈലബിൾ ആണ്, നമുക്ക് ലഭിക്കുന്ന ഈസിലി അവൈലബിൾ ആൻഡ് ചീപ്പാണ്, വില കുറവാണ്. പിന്നെ അതിലും ഉപരി ക്ലോറിൻ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി ആയ റെസിഡ്യുവൽ പവർ ഉണ്ട്. അതായത് ക്ലോറിൻ ഭാവിയിൽ പൈപ്പ് ലൈനിൽ വരാവുന്ന കീടാണുക്കളെയും കൊല്ലാനുള്ള ശക്തിയുണ്ട് ക്ലോറിന്. നേരെ മറിച്ച് ഓസോണൈസേഷനോ അല്ലെങ്കിൽ UV ട്രീറ്റ്മെന്റ്, അതായത് അൾട്രാ വയലറ്റ് റേസ് വെള്ളത്തിലൂടെ പാസ് ചെയ്ത് കീടാണുക്കളെ കൊല്ലുന്ന ഒരു രീതിയാണ്. അപ്പൊ അങ്ങനത്തെ ഓസോണൈസേഷൻ ആണെങ്കിലും UV ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഒക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവരൊക്കെ ആ സമയത്ത് നമ്മൾ ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് എത്ര കീടാണുക്കൾ ഉണ്ടോ, എത്ര ജേംസ് ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ടോ അതിനെ മാത്രമേ കൊല്ലുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ക്ലോറിൻ ആണെങ്കിൽ ഭാവിയിൽ ആ പൈപ്പ് ലൈനിലൂടെ വെള്ളം ഒഴുകുന്ന സമയത്ത് അതായത് നമ്മുടെ വീടുകളിലേക്കൊക്കെ ലഭിക്കുന്ന സമയത്തും അതിൽ ആ വെള്ളത്തിൽ ഉള്ള കീടാണുക്കളെ കൊല്ലും. അതിനെയാണ് റെസിഡ്യുവൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ക്ലോറിന്റെ റെസിഡ്യുവൽ പ്രോപ്പർട്ടി. അപ്പം ആ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ക്ലോറിനേഷൻ ആണ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ടെക്നിക്. പിന്നെ ആ ക്ലോറിനേഷനെ കുറിച്ചും നിങ്ങൾ പഠിച്ചു, പല ടൈപ്സ് ഓഫ് ക്ലോറിനേഷൻ അല്ലെ. ഏതൊക്കെയായിരുന്നു? പ്രീ ക്ലോറിനേഷൻ, സൂപ്പർ ക്ലോറിനേഷൻ, ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ, ഡബിൾ ക്ലോറിനേഷൻ അല്ലെ, പല ക്ലോറിനേഷൻ മെത്തേഡ്സ് പഠിച്ചു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വെള്ളത്തിൽ വീണ്ടും എന്തെങ്കിലും ടേസ്റ്റ് അല്ലെങ്കിൽ രുചിക്ക് വ്യത്യാസം, അല്ലെ, ടേസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ, സ്മെല്ലിന് വ്യത്യാസം, അല്ലെങ്കിൽ അതിന്റെ ഹാർഡ്നെസ്. എന്താണ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ? നമ്മുടെ സോപ്പ് പതയാനുള്ള ആ ഒരു ശേഷി. വെള്ളത്തിൽ സോപ്പ് പതയുകയാണെങ്കിൽ ആ വെള്ളത്തിന് നമ്മൾ സോഫ്റ്റ് വാട്ടർ എന്ന് പറയും. പതയുന്നില്ലെങ്കിൽ ആ വെള്ളത്തിന് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ ഒരു വെള്ളത്തിന്റെ ഹാർഡ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് കണ്ടു. പിന്നെ നമ്മൾ ആ സെക്കൻഡ് മോഡ്യൂളിൽ നോക്കിയത് എന്തൊക്കെയായിരുന്നു? നമ്മൾ ട്രീറ്റ് ചെയ്ത, അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ മുഴുവനായിട്ട് നമ്മൾ വെള്ളം ട്രീറ്റ് ചെയ്തു അല്ലെ. ഡിസ്ഇൻഫെക്ഷൻ എല്ലാം കഴിഞ്ഞ് ഉള്ള വെള്ളം എങ്ങനെ നമ്മൾ നമ്മുടെ ടൗണിലും സിറ്റിയിലേക്കും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ പഠിച്ചത് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് പഠിച്ചു അല്ലെ. ഗ്രാവിറ്റി സിസ്റ്റം, കമ്പൈൻഡ് സിസ്റ്റം, ഡയറക്റ്റ് പമ്പിംഗ് സിസ്റ്റം. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ അല്ലെ, പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ സപ്ലൈ ചെയ്യാനും നമ്മൾ 2 മെത്തേഡ്സ് പഠിച്ചിരുന്നു, കണ്ടിന്യൂസ് സപ്ലൈ അതുപോലെ ഇന്റർമിറ്റന്റ് സപ്ലൈ അല്ലെ. എപ്പോഴും നമ്മുടെ വീട്ടിൽ വെള്ളം ലഭിക്കുകയാണെങ്കിൽ അതിനെയാണ് കണ്ടിന്യൂസ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഇനി അതല്ല, രാവിലെ ഒരു ഇത്ര മണി മുതൽ ഇത്ര മണി വരെ മാത്രമേ വെള്ളം ലഭിക്കൂ, അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒരു ഇത്ര ടൈമിന്റെ ഉള്ളിലെ വെള്ളം ലഭിക്കൂ, അങ്ങനെ ഉള്ളൊരു പാറ്റേണിനെയാണ് നമ്മൾ ഇന്റർമിറ്റന്റ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ തന്നെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കി. പിന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒരു ടൗണിലോ സിറ്റിയിലൊക്കെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് പല രീതിയിൽ നമുക്ക് പൈപ്പുകൾ കൊടുക്കാം, അത് നമ്മൾ നോക്കിയിരുന്നു അല്ലെ. അതായത് ഡെഡ് എൻഡ് സിസ്റ്റം, പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം കേട്ടോ, മനസ്സിൽ ആ ഒരു പിക്ചർ ഓർമ്മ വരണം, ആ ഒരു ചിത്രം. എങ്ങനെയാണ് ഡെഡ് എൻഡ് സിസ്റ്റം, ഓർട്രി സിസ്റ്റം എന്നാണ് അതിന്റെ വേറൊരു പേര്. പിന്നെ അതുപോലെ റേഡിയൽ സിസ്റ്റം, പിന്നെ റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് പൈപ്പ് ലൈൻ ഓറിയന്റ് ചെയ്യുന്ന ആ ഒരു രീതി, പാറ്റേൺ, ലേ ഔട്ട്
അത് നമ്മൾ നോക്കിയതാണ്. അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ്, ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ നോക്കി. പിന്നെ അതുപോലെ അപ്പാർട്ട്മെന്റ്സസ് അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന പല ഡിവൈസുകൾ എന്തൊക്കെയാണ്, ഫിക്സ്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പിന്നെ നോക്കിയത് അല്ലെ. പല വാൽവുകൾ, കുറെ വാൽവുകളൊക്കെ വെക്കും അല്ലെ. സ്ലൂയിസ് വാൽവ്, നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലൂയിസ് വാൽവ്. പിന്നെയോ ചെക്ക് വാൽവ്, അതായത് തിരിച്ച് ഫ്ലോ ഒഴുകാതിരിക്കാൻ വേണ്ടി. പൈപ്പിൽ ഒരു ഡയറക്ഷനിൽ ഫ്ലോ പാടുള്ളൂ അല്ലെ, മറ്റേ ഡയറക്ഷനിൽ ഒഴുകാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ട ചെക്ക് വാൽവ്. പിന്നെ സ്കൗർ വാൽവ്, എയർ വാൽവ്, ഡ്രെയിൻ വാൽവ് അല്ല, അങ്ങനെ പല വാൽവുകളാ. അതിനെ കുറിച്ചൊക്കെ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ നോക്കിയത് വാട്ടർ സപ്ലൈ അറേഞ്ച്മെന്റ് ഇൻ ബിൽഡിങ്സ് ആയിരുന്നു അല്ലെ. അതായത് നമ്മുടെ ബിൽഡിംഗ്, ഒരു വീട് എടുക്കുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് ആദ്യം ഒരു മെയിൻ പൈപ്പ് വരും. ആ മെയിൻ പൈപ്പിൽ നിന്നൊരു സർവീസ് പൈപ്പ് വരും. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പൈപ്പ് ഉണ്ട് അല്ലെ. ഫെറൂള് കഴിഞ്ഞാൽ ഉള്ള അതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, ഓർമ്മയില്ലേ? ആ ഒരു ലേ ഔട്ടൊക്കെ നമ്മൾ ഫിഗർ വെച്ച് പഠിച്ചതാണ്. എന്താ, സിംഗിൾ ഫ്ലോറി ഹൗസിനും അതുപോലെ തന്നെ ഡബിൾ ഫ്ലോറിക്കും ഒക്കെ നമ്മൾ നോക്കിയതാണ്, മൾട്ടി സ്റ്റോറിക്കൊക്കെ നോക്കിയതാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പൈപ്പ് ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ദ പ്രിക്കോഷൻസ് ഇൻ ലേയിങ് പൈപ്പ് ലൈൻസ് എന്തൊക്കെയാണ് നോക്കി അല്ലെ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചത്. അപ്പൊ നമ്മൾ ആ പൈപ്പ്, നമ്മുടെ വീട്ടില് വെള്ളം എത്തി നിൽക്കുകയാണ്. ഇനി ഈ വെള്ളം നമ്മുടെ വേസ്റ്റ് വാട്ടർ ആയിട്ട് മാറും. വേസ്റ്റ് വാട്ടർ ആയിട്ട് മാറുമ്പോൾ ആ വേസ്റ്റ് വാട്ടർ എങ്ങനെ നമുക്ക് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കൊണ്ടുപോവാം, തിരിച്ച് കൊണ്ടുപോവാം എന്നുള്ളതാണ് നമ്മൾ തേർഡ് മോഡ്യൂളിൽ പഠിക്കാൻ തുടങ്ങിയത് അല്ലെ. അതാണ് വാട്ടർ സപ്ലൈ, വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് അല്ലെ. വീട്ടിൽ നമ്മൾ ബാത്റൂമിൽ ഇപ്പൊ കുളിച്ചു കഴിഞ്ഞാൽ ആ കുളിച്ച വെള്ളം നമുക്ക് ഒഴിവാക്കണം അല്ലെ, അതിന് ഒരു ഡ്രെയിനേജിലൂടെ പോകും. അപ്പൊ അതാണ് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്. അതാണ് തേർഡ് മോഡ്യൂളിൽ പറയുന്നത് മുഴുവൻ. ഓക്കെ, അപ്പൊ അതില് നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. വേസ്റ്റിനെ പല പേരുകൾ പഠിച്ചു. സീവേജ് അല്ലെ, വേസ്റ്റ് വാട്ടറിനെ പറയുന്ന പേരാണ് സീവേജ്. അത് കൊണ്ടുപോകുന്ന പൈപ്പിനെ പറയുന്ന പേരാണ് സീവർ അല്ലെ. സീവറിലൂടെ സീവേജ് പോവും. പിന്നെ അതുപോലെ റെഫ്യൂസ്, ഗാർബേജ്, സൺലേജ്, അങ്ങനെ പല ടേംസ് പഠിച്ചിരുന്നു അല്ലെ. ഇതൊക്കെ 2 മാർക്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്താണ് സീവർ, സീവേജ്, റെഫ്യൂസ് എന്താണ്, ഗാർബേജ് എന്താണ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ എന്താ നോക്കിയത്, സിസ്റ്റംസ് ഓഫ് സീവറേജ്, ടൈപ്സ് ഓഫ് സീവറേജ് സിസ്റ്റംസ് അല്ലെ. സെപ്പറേറ്റ് സീവറേജ് സിസ്റ്റം, കമ്പൈൻഡ്, പാർഷ്യലി സെപ്പറേറ്റ്, ഇതെല്ലാം എന്താന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ. അതായത് നമ്മുടെ മഴവെള്ളം, നമ്മുടെ വേസ്റ്റ് വാട്ടറിന്റെ കൂടെ മഴവെള്ളവും കൂടെ ക്യാരി ചെയ്യുകയാണെങ്കിൽ അതാണ് കമ്പൈൻഡ് സിസ്റ്റം. നേരെ മറിച്ച് നമ്മുടെ വേസ്റ്റ് വാട്ടറിന് ഒരു പൈപ്പ് ലൈൻ, മഴവെള്ളം വരുമ്പോൾ അതിന് വേറൊരു പൈപ്പ് ലൈൻ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് സിസ്റ്റം. അപ്പൊ അതൊക്കെ നോക്കിയതാണ്. പിന്നെ പാർഷ്യലി സെപ്പറേറ്റ് ഉണ്ട്, അതെന്താ നിങ്ങൾ നോക്കൂ. ഓക്കെ, പിന്നെ അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ നോക്കി. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈ എങ്ങനെ വേണം എന്നുള്ളത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചത് അല്ലെ. എത്ര പോപ്പുലേഷൻ ഉണ്ടോ അതിനനുസരിച്ചാണ് വെള്ളം വേണ്ടത്. അതുപോലെ തന്നെ ഇവിടെയും പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, നമുക്ക് ലഭിക്കുന്ന വെള്ളത്തിന്റെ 80% വെള്ളവും വേസ്റ്റ് ആയി പോവാനാണ് സാധ്യത. ആ ഒരു കണക്കിലാണ് നമ്മൾ ഈ ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിലെ ക്വാണ്ടിറ്റി തീരുമാനിക്കുന്നത്. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ ഒരു സീവറിലൂടെ ഒഴുകുന്ന വെലോസിറ്റി, എത്രത്തോളം വെലോസിറ്റിയിൽ ഒഴുകണം. പിന്നെ അതുപോലെ സർഫസ് ഡ്രെയിനേജിനെ കുറിച്ച് പഠിച്ചിരുന്നു. പല ഷേപ്പില് നമ്മൾ ഡ്രെയിനേജ് കൊടുക്കും അല്ലെ. അപ്പൊ അത് വെച്ചാണ് നിർത്തിയത് എന്നാണ് അല്ലെ, നമ്മൾ അത് വെച്ചാണ് നിർത്തിയത് അല്ലെ, സർഫസ് ഡ്രെയിനേജ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സീവറിന്റെ മെറ്റീരിയൽസിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ഷേപ്പ് പഠിച്ചു. സീവർ ഏതൊക്കെ ഷേപ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് നോക്കി. ഇന്ന് നമ്മൾ നോക്കുന്നത് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പൊ നമുക്കിപ്പോ ഓൺലൈൻ ക്ലാസ് കുറച്ചായി നിർത്തി വെച്ചിട്ട്, അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്നും മറന്നു പോവണ്ട എന്ന് കരുതി ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും, അതൊന്ന് മറിച്ചു നോക്കിയാൽ കാണാം. അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ, പുതിയതായിട്ട് ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്കിപ്പോ എന്തായാലും സീവറിന്റെ, അതായത് സീവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൈപ്പ് ലൈൻ അല്ലെ, വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പ്. അപ്പൊ ആ പൈപ്പ് ഉണ്ടാക്കിയ മെറ്റീരിയൽ എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ സീവർ മെറ്റീരിയൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ സീവർ മെറ്റീരിയൽസ് ആണ് ഉണ്ടാവുക, കാണുന്നത്, പൊതുവെ കാണുന്നത്? സ്റ്റോൺ വെയർ, കല്ല് വെച്ച്, കാസ്റ്റ് അയൺ അല്ലെ, ഇരുമ്പ് വെച്ച്, സിമെന്റ് കോൺക്രീറ്റ് വെച്ച്, അല്ലെങ്കിൽ AC പൈപ്സ്, ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്സ്. അപ്പൊ ഈ നാലുമാണ് കോമൺലി കാണുന്ന സീവർ മെറ്റീരിയൽസ്. ഓക്കെ, ഇത് വെച്ചാണ് പൈപ്പ് ലൈൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഓരോന്നും നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം സ്റ്റോൺ വെയർ സീവേഴ്സ് ആണ്. ഓക്കെ, സ്റ്റോൺ വെയർ സീവേഴ്സ് manufactured from vitrified clay or stoneware in sizes up to 600 mm in dia and 600 to 900 mm in length. അപ്പോ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ക്ലേ വെച്ചല്ലേ, വിട്രിഫൈഡ് ക്ലേ വെച്ചിട്ടാണ്. ക്ലേ വെച്ചുണ്ടാക്കിയ പൈപ്പാണിത്, അല്ലെങ്കിൽ സ്റ്റോൺ വെയർ കല്ല് വെച്ചിട്ടും ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അത് വെച്ചുണ്ടാക്കി അതിന്റെ സൈസ്, പൊതുവേ നമ്മുടെ സ്റ്റോൺ വെയർ സീവേഴ്സിന്റെ സൈസ് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ഡയമീറ്റർ ആണ്. പിന്നെ ഒരു പൈപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 60 to 90 സെന്റിമീറ്റർ അല്ലെ, 1 മീറ്റർ പോലും ഇല്ല അല്ലെ, 60 സെന്റിമീറ്റർ, അതാണ് 600 mm അല്ലെ. അപ്പൊ 60 to 90 സെന്റിമീറ്റേഴ്സ്. അപ്പൊ അങ്ങനെ കുറെ പൈപ്പുകൾ എന്ത് ചെയ്യും, ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു വലിയ പൈപ്പ് ലൈൻ നമ്മൾ കാണുന്നത് അല്ലെ. Okay, the ingredients of stoneware pipes are 76% of silica and 24% of alumina and a small percentage of other substance like crushed stone or pottery and also iron oxide to act as flux. അപ്പൊ നമ്മുടെ ഈ സ്റ്റോൺ വെയർ പൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തൊക്കെ മെറ്റീരിയൽസ് വെച്ചാണ്? സിലിക്ക, അതുപോലെ അലുമിന, പിന്നെ ക്രഷ്ഡ് സ്റ്റോൺസ്, അയൺ ഓക്സൈഡ് ഒക്കെ വെച്ചാണ് നമ്മുടെ ഈ ഒരു സ്റ്റോൺ വെയർ സീവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. Each pipe is provided with spigot and socket end for joining. അപ്പൊ ഈ പൈപ്പ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ എൻഡില് കണ്ടില്ലേ ഉണ്ടാക്കിയ ഒരു ഷേപ്പ്, സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിനെ ഒന്നിനെ മറ്റൊന്നിന്റെ മുകളിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. It is cheap, easily available and highly resistant to corrosion. ഈ സ്റ്റോൺ വെയർ പൈപ്സിൽ കൊറോഷൻ വരില്ല, തുരുമ്പിക്കില്ല, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ചീപ്പാണ് അല്ലെ, ഇറ്റ് ഈസ് ചീപ്പ് ആൻഡ് ഈസിലി അവൈലബിൾ, പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്ന അതാണ്, കാരണം സ്റ്റോൺ വെയർ ആണ്, ക്ലേ ആണ് അല്ലെ, മെറ്റീരിയൽ ഈസിലി അവൈലബിൾ ആണ്, അതുകൊണ്ട് തന്നെ അതിന് കോസ്റ്റ് കുറവാണ്, കൊറോഷൻ എഫക്റ്റ് ചെയ്യില്ല.
but are bulky and heavy in weight. സ്റ്റോൺ ആണല്ലേ, കല്ലായതുകൊണ്ട് സ്റ്റോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് അതിന്റെ വെയിറ്റ് വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മളിപ്പോ ഒരു PVC പൈപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ, അതായത് പോളിവിനൈൽ ക്ലോറൈഡ്, നമ്മുടെ പ്ലാസ്റ്റിക് പൈപ്പ്, അത് വെച്ച് നോക്കുമ്പോൾ സ്റ്റോൺ വെയർ പൈപ്പിന്റെ വെയിറ്റ് ഒരുപാട് ഹെവി ആണല്ലേ. ഹെൻസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇസ് ഡിഫിക്കൽട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ, അതായത് നമുക്ക് എടുത്ത് പൊന്തിക്കാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഓൾസോ ബ്രിട്ടിൽ ആൻഡ് റിക്വയർ കെയർഫുൾ ഹാൻഡ്ലിംഗ്. പൊട്ടാൻ എളുപ്പമാണ്, നിലത്ത് വീണാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം, കൈകാര്യം ചെയ്യണം അല്ലെ. കോമൺലി യൂസ്ഡ് ഇൻ ഹൗസ് ഡ്രെയിനേജ് വർക്ക്സ് ആൻഡ് ബ്രാഞ്ച് സീവേഴ്സ്. പൊതുവെ നമ്മുടെ ഹൗസ് സീവേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ സ്റ്റോൺ വെയർ പൈപ്പ്. പിന്നെ അതുപോലെ തന്നെ ബ്രാഞ്ച് സീവർ ആയിട്ട്, അതായത് നമ്മുടെ മെയിൻ സീവർ ഇല്ലേ, നമ്മുടെ റോഡിലൂടെ ഇടുന്നതാണ് മെയിൻ സീവർ. അപ്പൊ അതിനോടുള്ള കണക്ഷൻ, ആദ്യം കൊടുക്കുന്ന കണക്ഷനെയാണ് ബ്രാഞ്ച് സീവർ എന്ന് പറയാം. അങ്ങനത്തെ ബ്രാഞ്ച് സീവേഴ്സിനൊക്കെ കൊടുക്കുന്നതാണ് ഈ സ്റ്റോൺ വെയർ സീവേഴ്സ്. ഇറ്റ് ഈസ് സഫീഷ്യന്റ്ലി സ്ട്രോങ് ടു ടേക്ക് ലോഡ്സ് ഓഫ് ബാക്ക് ഫില്ലിംഗ്. അപ്പൊ നമ്മൾ ഈ ഒരു പൈപ്പ് മണ്ണിനടിയിൽ ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒരു മണ്ണിന്റെ ലെയർ വരും അല്ലെ, സോയിലിന്റെ ഒരു തിക്ക് ലെയർ വരും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാക്ക് ഫിൽ സോയിൽ എന്ന് പറയാം. ബാക്ക് ഫിൽ എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ ആ മണ്ണ് ഇടുന്ന, അതിന്റെ മുകളിൽ ഇടുന്ന മണ്ണ്, അതാണ് ബാക്ക് ഫിൽ. അപ്പൊ ആ ബാക്ക് ഫില്ലിന്റെ ലോഡ്, ആ വരുന്ന സോയിലിന്റെ ലോഡൊക്കെ താങ്ങാൻ കഴിവുള്ളതാണ് നമ്മുടെ സ്റ്റോൺ വെയർ സീവേഴ്സ്. It is glazed to impart smooth, watertight and non-corrosive surface. അപ്പൊ നല്ലൊരു സ്മൂത്ത് സർഫസ് ആണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോൺ കൊറോസീവ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. അതായത് തുരുമ്പിക്കില്ല. സ്റ്റോൺ അല്ലേ, കല്ല് തുരുമ്പിക്കില്ലല്ലോ അല്ലെ. വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് സ്റ്റോൺ വെയർ പൈപ്പ് ഷുഡ് നോട്ട് എക്സീഡ് 7%. അപ്പൊ അത് ശ്രദ്ധിക്കണം, സ്റ്റോൺ വെയർ പൈപ്പിന്റെ വാട്ടർ അബ്സോർപ്ഷൻ 7% കൂടാൻ പാടില്ല. ഓക്കെ, കൂടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ വിചാരിക്കുന്ന ലോഡ് അതുപോലെ പ്രഷർ ഒന്നും താങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റോൺ വെയർ സീവേഴ്സ്. ഇനി അടുത്തതാണ് കാസ്റ്റ് അയൺ സീവർ. എന്താണ് കാസ്റ്റ് അയൺ? ഇരുമ്പ് അല്ലെ, കാസ്റ്റ് അയൺ. So it is used where high internal pressure and external loads are to be taken by the siever. അപ്പൊ ഏത് കേസിലാണ് നമ്മൾ ഈ ഒരു കാസ്റ്റ് അയൺ സീവർ ഉപയോഗിക്കുന്നത്? ഒരുപാട് ഇന്റേണൽ പ്രഷർ വരുന്ന വെള്ളത്തിന്റെ പ്രഷർ, അതായത് വേസ്റ്റ് വാട്ടറിന്റെ പ്രഷർ കൂടുതലാണെങ്കിലും, പിന്നെ എക്സ്റ്റേണൽ ലോഡ്, അതായത് നമ്മുടെ ബാക്ക് ഫിൽ സോയിൽ, അതല്ലേ എക്സ്റ്റേണൽ വരുന്ന ലോഡ് അല്ലെ. അപ്പൊ ആ ബാക്ക് ഫിൽ സോയിൽ, അതായത് ഒരുപാട് ഡെപ്തിലൊക്കെയാണ് നമുക്കിപ്പോ ഈ പൈപ്പ് ഇടേണ്ടതെന്ന് വെക്കാം. അപ്പൊ നമുക്ക് ബാക്ക് ഫില്ല് ഒരുപാട് ഉണ്ടാവും അല്ലെ. ദ ലോഡ് ഓഫ് ദ ബാക്ക് ഫിൽ വിൽ ബി വെരി ഹൈ അല്ലെ. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ കാസ്റ്റ് അയൺ പൈപ്സ് ഉപയോഗിക്കാം. കാരണം അത്രയും ലോഡ് അതിന് താങ്ങാൻ സാധിക്കും. ബോത്ത് ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ലോഡ് താങ്ങാൻ സാധിക്കും. Cast iron is the most impure form of iron which contains highest proportion of carbon varying from 2 to 4.5%. ഈ കാസ്റ്റ് അയണിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബിൽഡിംഗ് മെറ്റീരിയൽസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അയണിന്റെ പല ഫോംസ് അല്ലെ. അതിലെ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന ഫോമാണ് ഏറ്റവും ഇംപ്യൂർ ആയിട്ടുള്ള ഫോം. അതായത് ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ്, അയണിന്റെ കൂടെ കാർബൺ ചേരുന്ന ഫോമാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കാർബൺ കണ്ടന്റ് വേരീസ് ഫ്രം 2 to 4.5%. അപ്പൊ അതാണ് കാസ്റ്റ് അയൺ അല്ലെ. It is manufactured by remelting pig iron with coke and limestone in cupola furnace. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാസ്റ്റ് അയൺ? നമ്മുടെ പിഗ് അയൺ
പിഗ് അയൺ ആണ് നല്ല അയൺ അല്ലെ, പ്യുവറസ്റ്റ് ഫോം. അപ്പൊ ഈ പിഗ് അയണിനെ ഒന്നും കൂടെ മെൽറ്റ് ചെയ്തിട്ടൊക്കെയാണ് ലൈം സ്റ്റോൺ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. ഇതിന്റെ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 600 Newton/mm², ആൻഡ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് 150 Newton/mm². ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കുറവാണ് അല്ലെ, കംപ്രസീവ് സ്ട്രെങ്ത് നല്ലോണം ഉണ്ട്. അതായത് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് കംപ്രഷൻ. പക്ഷെ ടെൻഷൻ അത്ര പറ്റില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും അല്ലെ. എന്നാൽ പോലും നമ്മുടെ സ്റ്റോൺ വെയറിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലോണം താങ്ങുന്നതാണ് കാസ്റ്റ് അയൺ. Cast iron pipes ranging from 150 to 750 mm in dia with different types of joints are used for pressure savers. അപ്പോൾ നമ്മുടെ പൊതുവെ കാണുന്ന കാസ്റ്റ് അയണിന്റെ ഡയമീറ്റർ എത്രയാണ്? 150, അതായത് 15 സെന്റിമീറ്റർ ചെറിയ കാസ്റ്റ് അയൺ പൈപ്പ് മുതൽ 75 സെന്റിമീറ്റേഴ്സ് ഇൻ ഡയമീറ്റർ വരുന്ന കാസ്റ്റ് അയൺ പൈപ്പുകൾ വരെ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റോൺ വെയറിന് എത്രയായിരുന്നു? 60 സെന്റിമീറ്റർ ടു 90 സെന്റിമീറ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ കാസ്റ്റ് അയൺ പൈപ്സും കാണാൻ സാധിക്കും. പൈപ്സ് ആർ മാനുഫാക്ചർഡ് ബൈ സാൻഡ് മോൾഡിംഗ് ഓർ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. അപ്പൊ നമ്മുടെ ഈ പൈപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒന്നെങ്കിൽ സാൻഡ് മോൾഡിംഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഒക്കെ വഴിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഈ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് അറിയേണ്ടവര് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് അറിയാൻ താല്പര്യമുള്ളവർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ. To protect cast iron pipes from corrosion and to render smooth internal surface, they are treated with Angus Smith process or cement mortar lining. അപ്പോൾ ഒരു പ്രോസസ്, അതായത് ആൻഗസ് സ്മിത്ത് പ്രോസസ്, ആ ഒരു പ്രോസസ്സിലൂടെ അണ്ടർഗോ ചെയ്യുമ്പോൾ, അതായത് ആ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ നമ്മുടെ കാസ്റ്റ് അയണിന് നമ്മൾ ഒരു ലൈനിങ് കൊടുക്കും. ആ ലൈനിങ് കാരണം അയേണിന്റെ പോർഷൻ, അതായത് കാസ്റ്റ് അയൺ പോർഷൻ പുറത്തേക്ക് എക്സ്പോസ് ആവില്ല, അപ്പോൾ തുരുമ്പിക്കില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ കാസ്റ്റ് അയണ് തുരുമ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഒരു ലൈനിങ് കൊടുത്തിട്ട്. എന്തിന്റെ ലൈനിങ് ആണ്? സിമെന്റ് മോർട്ടാറിന്റെ ലൈനിങ് അല്ലെ. സിമെന്റ് മോർട്ടാർ എന്ന് പറയുമ്പോൾ സിമെന്റും സാൻഡും വാട്ടറും അല്ലെ, ഇത് മൂന്നും മിക്സ് ചെയ്യുന്നതാണ് സിമെന്റ് മോർട്ടാർ. അപ്പൊ അതിന്റെ ഒരു ലൈനിങ് നമ്മൾ കൊടുക്കും. അപ്പൊ അതോടുകൂടി കൊറോഷനിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അതാണ് കാസ്റ്റ് അയൺ സീവർ. സ്യൂട്ടബിലിറ്റി നോക്കാം. കാസ്റ്റ് അയൺ സീവറിന്റെ സ്യൂട്ടബിലിറ്റി. When sewer line has to be carried in exposed position, അതായത് എക്സ്പോസ്ഡ് സ്ഥലങ്ങൾ ഓപ്പൺ ആയിട്ടൊക്കെ സീവർ നമ്മൾ ചിലയിടത്തൊക്കെ കാണും അല്ലെ, പൈപ്പ് ഗ്രൗണ്ടിന്റെ മുകളിലൊക്കെ അല്ലെ, ഗ്രൗണ്ടിന്റെ മുകളിൽ പൈപ്പ് കാണുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെ എക്സ്പോസ്ഡ് പൊസിഷനിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ കാസ്റ്റ് അയൺ സീവേഴ്സ് ഉപയോഗിക്കാം. പിന്നെ when sewage has to be pumped, നമ്മുടെ സീവേജ് പമ്പ് ചെയ്ത് വേറൊരു എലിവേഷനിലേക്ക് എത്തിക്കേണ്ട അവസ്ഥയിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഒരു കാസ്റ്റ് അയൺ പൈപ്പ് ഉപയോഗിക്കാം. when sewer is to be laid under buildings, ബിൽഡിങ്ങുകളുടെ അടിയിൽ നമ്മൾ ഈ സീവർ ഇടുകയാണെങ്കിലും നമുക്ക് ഈ കാസ്റ്റ് അയൺ ഉപയോഗിക്കാം. കാരണം നമ്മൾ പറഞ്ഞു ഇറ്റ് ക്യാൻ withstand both internal as well as external pressure അല്ലേ. സോ നമുക്ക് ബിൽഡിങ്ങിന്റെ അടിയിൽ ഇടുമ്പോഴും ഈ കാസ്റ്റ് അയൺ പൈപ്പ് സ്യൂട്ടബിൾ ആണ്. when leakage is to be minimized to prevent groundwater pollution, ലീക്കേജ് കുറയ്ക്കാനും നമുക്ക് എന്തുപയോഗിക്കാം? കാസ്റ്റ് അയൺ പൈപ്പ് ഉപയോഗിക്കാം. കാരണം ഈ കാസ്റ്റ് അയൺ പൈപ്പിന് ലീക്ക് വരുന്നത് കുറവായിരിക്കും. ഈ ലീക്ക് വന്നാൽ ഒരു വലിയ പ്രശ്നം വരിക, നമ്മുടെ ഈ പൈപ്പൊക്കെ ഇടുക പൊതുവെ ഗ്രൗണ്ടിന്റെ അടിയിലാണ് അല്ലെ. പിന്നെ ഈ പൈപ്പിലൂടെ ക്യാരി ചെയ്യുന്നത് വേസ്റ്റ് വാട്ടർ ആണ്. അപ്പൊ എങ്ങാനും ലീക്ക് വന്നു പോയാൽ ആ വേസ്റ്റ് വാട്ടർ ആണ് ഭൂമിയുടെ അടിയിലേക്ക് ഒഴുകുന്നത്. അപ്പൊ ഭൂമിയുടെ അടിയിൽ നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ഉണ്ട് അല്ലെ, വാട്ടർ ടേബിൾ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വെള്ളം, ഈ വേസ്റ്റ് വാട്ടർ
നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ ഇന്റർഫിയർ ചെയ്താൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ തന്നെ മലിനീകരിച്ചു പോകും അല്ലേ? They will get polluted അല്ലേ? When external loads are high, അത് നമ്മൾ പറഞ്ഞു external load, backfill കൂടുതലാണെങ്കിൽ cast iron pipes ആണ് ഉപയോഗിക്കുക. When sewage is to be conveyed under pressure, അതുപോലെ തന്നെ sewage പ്രഷറിൽ പമ്പ് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ഉപയോഗിക്കും? cast iron pipes ഉപയോഗിക്കും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് പൈപ്പ് ആണ് സിമെന്റ് കോൺക്രീറ്റ് പൈപ്പ്. ഈ സിമെന്റ് കോൺക്രീറ്റ് പൈപ്പ് they are constructed with ഒന്നെങ്കിൽ പ്ലെയിൻ കോൺക്രീറ്റ് മാത്രം വെച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ കോൺക്രീറ്റിന്റെ ഉള്ളിൽ റീഇൻഫോഴ്സ്മെന്റ് വെച്ച് നമുക്ക് RCC ആയിട്ടും നമ്മുടെ സിമെന്റ് കോൺക്രീറ്റ് പൈപ്പുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ it can be constructed with plain concrete or RCC. RCC is used for large sections and also where they have to withstand high internal pressure and external load. അപ്പോൾ ഈ കോൺക്രീറ്റിൽ നമ്മുടെ കോൺക്രീറ്റ് പൈപ്പിന് ഒരുപാട് ഇന്റേണൽ പ്രഷറും അതുപോലെ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ ലോഡും ഒരുപാട് വരികയാണെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? ഈ ഒരു RCC പൈപ്പ് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് വെച്ച് ഉപയോഗിക്കാം. അപ്പൊ ഈ റീഇൻഫോഴ്സ്മെന്റ് വെച്ച പൈപ്പിനെ ഹൈ ഇന്റേണൽ പ്രഷറും എക്സ്റ്റേണൽ ലോഡും ഒക്കെ താങ്ങാൻ സാധിക്കും. പൈപ്സ് ക്യാൻ ബി പ്രീകാസ്റ്റ് ടൈപ്പ് ഓർ കാസ്റ്റ് ഇൻ സിറ്റു ടൈപ്പ്. അപ്പൊ പൈപ്പ് രണ്ട് ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒന്നെങ്കിൽ പ്രീകാസ്റ്റ്, അതായത് മുന്നേ നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ കാസ്റ്റ് ചെയ്തിട്ട് സൈറ്റിലേക്ക് കൊണ്ടുവരിക, അതാണ് പ്രീകാസ്റ്റ്. നമ്മൾ മുന്നേ കാസ്റ്റ് ചെയ്ത് സൈറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അതല്ലെങ്കിൽ കാസ്റ്റ് ഇൻസിറ്റു. കാസ്റ്റ് ഇൻസിറ്റു പറഞ്ഞാൽ ഇൻസൈറ്റ്, അതായത് നമ്മൾ ആ സൈറ്റിൽ വെച്ച് നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ഈ ഒരു പൈപ്പ് ഉണ്ടാക്കിയെടുക്കാം. They are provided with single caged reinforcement or double caged reinforcement. നമുക്ക് ആ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന പാറ്റേൺ ആണ്. ഒന്നെങ്കിൽ സിംഗിൾ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡബിൾ, രണ്ട് ഭാഗത്തേക്കും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാം. They are more durable but susceptible for sanitary sewage. സാനിറ്ററി സീവേജിന് അത്ര നല്ലതല്ല. ഓക്കെ, കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ സാനിറ്ററി സീവേജ് അതായത് വേസ്റ്റ് വാട്ടർ ആണല്ലോ. അപ്പൊ അതില് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ റിയാക്ഷൻസ് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ വെള്ളത്തിൽ അല്ലെ. പല മെറ്റീരിയൽസും ഉണ്ടാവും വിച്ച് കോസ് റിയാക്ഷൻ. അപ്പൊ അത് നമ്മുടെ കോൺക്രീറ്റില് അല്ലെങ്കിൽ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ ആയിട്ട് റിയാക്ഷൻ നടക്കാനൊക്കെ സാധ്യതയുണ്ട്. സോ നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ കൊടുക്കുമ്പോൾ ഇതത്ര നല്ലതല്ല. They are strong but difficult to handle and to lay. സ്ട്രോങ് ആണ്, പക്ഷെങ്കില് ഹാൻഡിൽ ചെയ്യാനും അവിടെ ഒരു ലേ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. They are pre-stressed concrete pipes may also be used as sewers. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, നിങ്ങളുടെ SD-ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും pre-stressed concrete അല്ലേ. അതായത് കോൺക്രീറ്റിന് കംപ്രഷൻ ആണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ ഒരു കംപ്രഷൻ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ആദ്യമേ കൊടുക്കും, എന്നിട്ട് നമ്മുടെ ലോഡ് കൊടുക്കും അല്ലെ. അപ്പൊ ആ ലോഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുത്ത കംപ്രഷൻ ആദ്യം ന്യൂട്രലൈസ് ആവും, എന്നിട്ട് ആ കോൺക്രീറ്റിന് സാധാരണ പറ്റുന്ന കംപ്രഷൻ അത് താങ്ങും. അതാണ് പ്രീ സ്ട്രെസ്സിങ്ങിന്റെ മെക്കാനിസം. അപ്പൊ അതേപോലെ നമുക്ക് ഈ പൈപ്പിലും പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അതാണ് സിമെന്റ് കോൺക്രീറ്റ് പൈപ്സ്. പിന്നെ അടുത്തതുള്ളത് ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്പ് ആണ്. They are manufactured from a mixture of cement and asbestos fibers. അപ്പൊ സിമെന്റും ആസ്ബസ്റ്റോസ് ഫൈബറും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പൈപ്പ് ഉണ്ടാക്കുന്നത്. They are available from 50 to
1000 mm dia in 4 different grades to resist pressures from 0.35 mm square to, Newton per mm square ആണ്. mm അല്ല, Newton per mm square ആണ് കേട്ടോ. to 1.4 Newton per mm square. അപ്പോൾ ഇത്രയൊക്കെ പ്രഷർ അതിന് താങ്ങാൻ സാധിക്കും. അതിന്റെ ഡയമീറ്റർ റേഞ്ചും തന്നിട്ടുണ്ട്. ഡ്യൂറബിൾ ആൻഡ് resistant to corrosion and chemical action. അപ്പോൾ ഇത് ആസ്ബസ്റ്റോസ് സിമന്റ് പൈപ്പ് കുറച്ചുകൂടെ കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്, അതുപോലെ ഡ്യൂറബിൾ ആണ്. പിന്നെ അതുപോലെ കെമിക്കൽ ആക്ഷൻസ് ഒന്നും അധികം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ടോക്സിക് മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പൊ അതായത് റിയാക്ഷൻ നടക്കാവുന്ന എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഒന്നും റിയാക്ഷൻ ഈ പൈപ്പിൽ കുറവായിരിക്കും. They are light in weight but are breakable. ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് കുറവാണ്, പക്ഷേങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. They are suitable for house drainage and sanitary fittings. ഹൗസ് വീടുകളിലുള്ള ഡ്രെയിനേജിനും അതുപോലെ സാനിറ്ററി ഫിറ്റിംഗ്സിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഈ ഒരു ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്പ് സീവേഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് സീവർ മെറ്റീരിയൽസിനെ കുറിച്ച്. ഓക്കെ, പിന്നെ നമുക്ക് ആ മെറ്റീരിയൽസ് മാത്രമേ നോക്കാൻ പറ്റിയുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലേയിങ് ഓഫ് സീവർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഒരു സീവർ പൈപ്പ് നമുക്ക് എങ്ങനെയാണ് ഒരു കുഴി കുഴിച്ച് അതിനകത്ത് വേണ്ട സ്ലോപ്പ് ഒക്കെ കൊടുത്ത് ലേ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. താങ്ക് യു.